ഇത് തന്നെ നോക്കൂ, ഇത് ഏതെങ്കിലും ക്ഷേത്ര ആചാരത്തിനകത്ത് CPIമാർ പോയി ഇടപെട്ടൊന്നുമല്ല. ക്ഷേത്ര ആചാരം, ഉത്സവം വേറെ കാര്യം. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന പൊതുവായിട്ടുള്ള ഒരു കലാപരിപാടിയാണ്. ആ കലാപരിപാടിയിൽ അലോഷി വന്ന് പാട്ട് പാടുന്നു. പാട്ട് പാടുമ്പോൾ അലോഷി പാട്ട് പാടുമ്പോൾ എപ്പോഴും സാർവദേശീയ വിപ്ലവഗാനം പാടാൻ പറ്റുമെന്ന് എല്ലാവരും ചോദിക്കും. ആ ചോദ്യത്തിനോടിൽ അദ്ദേഹത്തോട് ആ ചോദ്യം വന്ന് കക്ഷി ആ പാട്ടും പാടി എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ക്ഷേത്രാചാരത്തിനകത്തും ക്ഷേത്ര വിശ്വാസത്തെ പൊല്ലിയൂട്ടിയെന്ന തരത്തിലും CPMൻ്റേതോ പാട്ട് പാടിയെന്ന് നെഗറ്റീവിനോട് വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് ഒരു പൊതു കലാപരിപാടി എല്ലാവർക്കും പോകട്ടെ. ഒരു അപ്പം ഹിന്ദുക്കൾക്ക് മാത്രം കാണാനും കേൾക്കാനും പറ്റുന്ന സ്പേസും അല്ല അത്, എല്ലാവർക്കും. നമ്മളതിന് ശേഷമുള്ള വലിയ പെർഫോമൻസുകൾ പിന്നെയും കണ്ടല്ലോ. അപ്പോൾ എല്ലാ കൈൻഡ് ഓഫ് പെർഫോമൻസും അത് ആസ്വദിക്കാൻ ആൾക്കാർക്കും വരാൻ കഴിയുന്ന തരത്തിലുള്ള പരിപാടിയിലാണ് ഈ പാട്ടും പാടിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് ക്ഷേത്ര ആചാരത്തെയും ക്ഷേത്ര വിശ്വാസത്തെയും CPM മലീമസപ്പെടുത്തി എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു അത് സംഘപരിവാർ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇതാ CPM നമ്മുടെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു, ഇടിച്ചു കയറി വരികയാണെന്ന് പറഞ്ഞത് എനിക്ക് പൂർണ്ണമായും അതിനോട് വിയോജിപ്പാണ് ഉള്ളത്. അതേസമയം CPM ഇങ്ങനെ കൊടി ഉയർത്താൻ പാട്ടുണ്ടോ? പാട്ട് പാടുമ്പോൾ DYFIയുടെ ഒക്കെ ഫ്ലാഗുകളൊക്കെ പുറകിൽ വന്നത് ഒരു ക്ഷേത്ര പരിപാടിയിൽ എന്തുമാത്രം ആശാസ്യകരമാണ്. ഇങ്ങനെയാണോ നമ്മൾ ക്ഷേത്രങ്ങളെ കൈയടക്കാനുള്ള സംഘപരിവാർ പരിപാടിയെ എതിർക്കേണ്ടതെന്ന് CPMന് ആലോചിക്കാവുന്നതാണ്. പക്ഷെ എന്തോ മഹാപാതകം നടന്നു എന്ന മട്ടിൽ കാണാൻ പാടില്ല. കാരണം എന്താണ്, ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ഞെട്ടൽ. ഇപ്പം നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് ഞെട്ടലുണ്ട്, പല ആളുകളും പ്രതികരണമായിട്ട് വരുന്നു. നമ്മൾ കാണേണ്ട ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്താണ്? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്ന വർഗീയ ആശയത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ, അവർ കേരളത്തിലെ ഒട്ടുമിക്കാറും ക്ഷേത്രങ്ങളിലും നേരിട്ടും അല്ലാതെയോ അവരുടെ സാന്നിധ്യവും അവരുടെ പിടിയും മുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. അവർ പല ക്ഷേത്രങ്ങളിലും അവരുടെ ശാഖ പരിശീലനം നടത്തുന്നുണ്ട്, എന്താ പറയുന്നത്, ഈ കായിക പരിശീലനം നടത്തുന്നുണ്ട്. അത് കേരളത്തിൽ സാധാരണമാക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ കാണണം. ഇന്നിപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതിൽ തന്നെ അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചിടത്തുള്ള പ്രവർത്തനം വളരെ സജീവമാണ്. അപ്പോൾ RSSകാരുടെ ശാഖ വേണം, അതേതിലോ ക്ഷേത്രത്തിൻ്റെ മൈതാനത്തായിരിക്കും, അല്ലെ ആലിൻ്റെ ചുവട്ടിലായിരിക്കും എന്ന് നമ്മൾ സാധാരണ മട്ടിൽ പറയാൻ തുടങ്ങിയിരിക്കുന്നു. RSS എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ പ്രതിനിധാനമല്ല, BJP ഹിന്ദുക്കളുടെ പ്രതിനിധാനമല്ല, ആചാരവുമായിട്ട് അതിനേതെങ്കിലും തരത്തിലുള്ള വിശ്വാസപരമായ ബന്ധമില്ല. അത് ഒരു അങ്ങേയറ്റം പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണ്, രാഷ്ട്രീയ ഉദ്ദേശമുള്ളവരാണ്. അവർ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ പിടിച്ചെടുത്ത് കഴിഞ്ഞു. ശബരിമലയിൽ പോലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരാണ്? വത്സൻ തില്ലങ്കരിയാണ് കയറിയെന്ന് മൈക്കെടുത്ത് 18-ാം പടി കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് അവർ ഈ ക്ഷേത്രങ്ങളിലെ പ്രധാന കാര്യദർശികളായി മാറിക്കഴിഞ്ഞതിൽ നമുക്കില്ലാത്ത ഞെട്ടൽ എവിടെയെങ്കിലും ഒരു കലാപരിപാടിയിൽ CPMൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞെട്ടേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഗുരുതരമാം വിധം ക്ഷേത്രങ്ങളെ പിടിച്ചടക്കി കഴിയുകയും അതുവഴി ഹിന്ദുക്കളെ ഇടയിലേക്ക് എങ്ങനെ പൊളിറ്റിക്കൽ ഹിന്ദുത്വം കൊണ്ടുവരിക എന്നുള്ള വലിയ പണി നടക്കുന്ന കാലത്ത് പ്രതിരോധങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന CPMനെ പോലുള്ള കക്ഷികൾ ഈ ഉത്സവ പരിപാടി, ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഉത്സവമായിരിക്കും, അതിന് നാടിൻ്റെ ഒരു ചരിത്രവും സംസ്കാരവുമായിട്ട് ബന്ധമുണ്ടാവും, എല്ലാ വിഭാഗം ആളുകളും വന്ന് പങ്കെടുക്കുന്നതായിരിക്കും. അവിടെയൊക്കെ മതനിരപേക്ഷ സ്വഭാവമുള്ള കക്ഷികളുടെ കൂടുതൽ സിമ്പിൾസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് നമ്മൾ വേണം, ഐഡിയൽ സംഗതി വേറെയാണ്, ആരും ഇടപെടാനൊന്നും പാടില്ല. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം എന്താണ്? വർഗീയതയിൽ സകലതിനെ മുക്കിയെടുക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളും RSSൻ്റേതാക്കാനും RSSകാർ ഭരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമം നടക്കുന്നു. അതുവഴി കുത്തിച്ചെലുത്തുകയാണ് ഈ വെറുപ്പ്. അവിടെ ഒരു ചില കൗണ്ടർ സംഗതികൾ ഉണ്ടാവട്ടെ. അതുകൊണ്ട് നമ്മൾക്ക് മതനിരപേക്ഷ സ്വഭാവമുള്ള മനുഷ്യർക്കും കക്ഷികൾക്കും എവിടെയൊക്കെ ഇടപെടാൻ പറ്റുമോ അവിടെയൊക്കെ ഇടപെടുകയും അവിടെയൊക്കെ വിസിബിലിറ്റി കൊണ്ടുവരണമെന്നാണ് ഞാൻ അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായൊരു അഭിപ്രായം പറയും. അതുകൊണ്ട് ആചാരങ്ങൾക്കുമേൽ CPM കടന്നു കയറിയെന്നോ CPM ഏതോ ഉത്സവം കുളവാക്കിയെന്നൊക്കെ പറയുന്നത് അതൊക്കെ ദുരുദ്ദേശത്തിലുള്ള സംഗതിയാണ്. അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ പുഷ്പനെ അറിയാവുന്നുള്ള പാട്ടൊക്കെ പാടണമായിരുന്നുള്ളത് പാടിയവർക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. അതിലെന്തെങ്കിലും നമുക്ക് പറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല.